ഇന്ത്യ ചരിത്രത്തിൽ 400 സീറ്റിന് മുകളിൽ നേടിയ ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അതും ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നാലെ നടന്ന 1984 പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ആ റെക്കോർഡ് സൃഷ്ടിച്ചത്. 414 സീറ്റ്. 2014 336 സീറ്റുകൾ നേടി അധികാരത്തിലേറിയ NDAക്ക് 2019 353 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ അത് 400-ൽ എത്തിക്കുമെന്നാണ് മോദിയുടെ വീരവാദം. ഇന്ത്യ മുന്നണിയിലെ പ്രധാനിയും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ EDയുടെ വല പൊട്ടിച്ച് ജാമ്യം നേടി പുറത്തു വന്നതോടെ പ്രതിപക്ഷം കരുത്താർജിച്ചിരിക്കുകയാണ്. മെയ് 13 നടക്കുന്ന 4ാം ഘട്ട പോളിംഗ് NDAക്ക് ഗുണകരമാകുമോ? BJPയുടെ വീഴ്ചകൾ മുതലെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ? നമുക്ക് നോക്കാം. 10 സംസ്ഥാനങ്ങളിലായി 93 സീറ്റിലാണ് 4ാം ഘട്ട പോളിംഗ് നടക്കുന്നത്. ഇതിൽ 80 ലോക്സഭാ സീറ്റുള്ള UPയിൽ എത്ര നേടുന്നുവെന്നത് ഭരണം പിടിക്കുന്നതിൽ നിർണായകമാണ്. മെയ് 13 UPയിലെ 13 സീറ്റുകളിൽ നടക്കുന്ന വോട്ടെടുപ്പിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. UPയിൽ ഇന്ത്യ സഖ്യം 79 സീറ്റുകൾ നേടുമെന്നാണ് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് പറയുന്നത്. മോദിയുടെ വാരണാസിയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം കടുത്ത മത്സരം നേരിടുന്നത്. ഈ ഒരു സീറ്റ് ഒഴികെ ബാക്കി 79 ലോക്സഭാ സീറ്റിലും വിജയം നേടുമെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. മോദി തരംഗമില്ലെന്നും രാമക്ഷേത്രം ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും വോട്ട് നേടിത്തരില്ലെന്നും BJP വിലയിരുത്തുന്നു. ഗുജറാത്തിൽ ഉൾപ്പെടെ ജാതീയമായ പ്രശ്നങ്ങൾ BJPക്ക് ദോഷമായിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ ഏറെ നേരത്തെ പ്രഖ്യാപിച്ചതും വിമത ശബ്ദങ്ങൾക്ക് വഴിവെച്ചു. സൂറത്തിൽ മറ്റു സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി വിജയം നേടാൻ കാട്ടിയ ആവേശവും അതേ തന്ത്രം ഇൻഡോറിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചതും അത് പരാജയപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനത്തിന് വഴിവെച്ചു. ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ നടത്തിയ കുതന്ത്രം വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെയും NCPയെയും പിളർത്തിയത് 400 സീറ്റ് ലക്ഷ്യം വെച്ചായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവിനും ശരത് പവാറിനും അനുകൂലമായ സഹതാപ തരംഗമുണ്ടെന്ന് NDA നേതാക്കൾ തന്നെ പറയുന്നത് BJPയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേന BJP സഖ്യം 48-ൽ 41 സീറ്റുകളാണ് പിടിച്ചിരുന്നത്. ബീഹാറിലും ഭരണവിരുദ്ധ വികാരം നിഴലിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വോട്ടിംഗ് ശതമാനത്തിലെ കുറവും NDA ആശങ്കപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. 2019 ബീഹാറിൽ 40-ൽ 39 സീറ്റും NDAക്കൊപ്പമായിരുന്നു. പുതിയ പ്രതിസന്ധി BJP നേരിടുന്നത് ഹരിയാനയിലാണ്. BJP വക്താവും കർണിസേന തലവനുമായ സുരേഷ് പാലാമു രാജിവെച്ചു. 2018 പത്മാവത് സിനിമയ്ക്കെതിരെ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വന്നയാളാണ് സുരേഷ് പാലാമു. രാജ്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയെ BJP സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് മഹാരാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ വണങ്ങി നിന്നിരുന്നുവെന്നും വിദേശികൾക്ക് തങ്ങളുടെ പെൺമക്കളെ രാജാക്കന്മാർ വിവാഹം കഴിച്ച് നൽകിയിരുന്നു എന്നുമുള്ള രൂപാലയുടെ പ്രസ്താവനയോട് ക്ഷമിക്കാൻ കർണിസേന തയ്യാറായിരുന്നില്ല. സംസ്ഥാന സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്ന 7 സ്വതന്ത്ര MLAമാരിൽ 3 പേരും പിന്തുണ പിൻവലിച്ചതാണ് മറ്റൊരു പ്രതിസന്ധി. കർഷക പ്രതിഷേധങ്ങളും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അടക്കമുയർത്തി ഹരിയാനയിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം മുന്നിൽ കണ്ട് നേരത്തെ JJP പിന്തുണ പിൻവലിച്ചിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രിയെ മാറ്റി ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള BJPയുടെ ശ്രമം ഫലം കണ്ടില്ല. 2019 ഹരിയാനയിലെ 10-ൽ 10 സീറ്റും നേടിയ BJPക്ക് ഇക്കുറി വിജയക്കൊടി പാറിക്കാൻ നന്നെ വിയർക്കേണ്ടി വരും. പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിലും BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പോളിംഗിന്റെ 7 ഘട്ടങ്ങളിൽ 3 എണ്ണം പിന്നിട്ടുവെങ്കിലും സീറ്റുകളുടെ എണ്ണം വച്ചു നോക്കിയാൽ പാതി പിന്നിട്ടു. 543 സീറ്റിൽ 283 എണ്ണത്തിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. 16 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. അതേസമയം എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുള്ള UP, ബീഹാർ, ബംഗാൾ എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ 1/3 സീറ്റിൽ പോലും പോളിംഗ് കഴിഞ്ഞിട്ടില്ല. ഇതാണ് BJPക്ക് പ്രതീക്ഷയേകുന്നത്.